ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൂ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ ഇസ് സൺഡേ. സോ ഇന്ന് ആക്ച്വലി ഓണമാണ്. ഐ ഹോപ്പ് എവരി വൺ ആർ സെലിബ്രേറ്റിംഗ് ദെയർ ഓണം അറ്റ് ദെയർ പ്ലേസ്. സോ ഞങ്ങൾക്ക് ഓണം എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ നമ്മൾ ലേറ്റായിട്ട് എണീച്ചു, കുറച്ച് പായസം ഉണ്ടാക്കി. പായസം എന്ന് പറയാനും പായസം ആയിരുന്നില്ല. ബിക്കോസ് ദ തിങ് ഇസ് ദാറ്റ് ഇവിടുത്തെ പാല് കുറച്ച് വ്യത്യാസമുണ്ട്. സോ ഞങ്ങൾ പായസം മിക്സ് എടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കിയത്. ബട്ട് ഇറ്റ് വാസ് ഫൈൻ. സോ ബേസിക്കലി ആസ് യു ക്യാൻ സീൻ തമിഴിൽ ഞങ്ങൾ ഇന്ന് ആക്ച്വലി എവിടെ ഐക്യ പോവാണ്. സോ ഐക്യയിൽ ഞങ്ങൾ ആക്ച്വലി കുറച്ച് യൂട്ടൻസിൽസും കുറച്ച് സ്റ്റാൻഡും ഒക്കെ മേടിക്കാറുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മൾ നാട് വിട്ടിട്ട് വേറൊരു രാജ്യത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. അപ്പാർട്ട് ഫ്രം ലൈക്ക് കുക്കർ കടായൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ബട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ വന്ന് മേടിക്കണമല്ലോ. സോ ബേസിക്കലി അതാണ് ഇന്നത്തെ വ്ളോഗ്. സോ ഞങ്ങളിപ്പോൾ ആക്ച്വലി ബസ് കാത്ത് നിൽക്കുവാണ്. സോ എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 2 ബസ് മാറി കയറണം. എന്നിട്ടാണ് നമ്മൾ ഐക്യയിൽ എത്തുക. ഐക്യയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം മേടിക്കണം. സോ ദാറ്റ്സ് അവർ പ്ലാൻ. സോ ഐ തോട്ട് ഓഫ് വ്ളോഗ് എടുക്കാമെന്ന് എഴുതി. ഇതെല്ലാം ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ എന്താണേലും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം ഗൈസ്. ഇപ്പോഴത്തെ കറക്റ്റ് സൂര്യൻ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സൂര്യനെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. സോ സൂര്യൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ആക്ച്വലി ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് തണുപ്പുണ്ട്, ബട്ട് ഇറ്റ്സ് ബെയറബിൾ. കാര്യം നമ്മളിന്ന് ജാക്കറ്റ് എടുത്തു, ബട്ട് ഇട്ടിട്ടില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ, തണുപ്പുണ്ട്. അങ്ങനെയാണ്. അതുപോലെ ബാക്കിൽ ഇവിടെ ഭയങ്കര ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് എല്ലാവർക്കും വലിക്കാൻ തോന്നും. സോ ഇറ്റ്സ് ബേസിക്കലി എല്ലാവരും ഇവിടെ റോഡിൽ പോയാൽ നമുക്ക് കാണുന്നൊരു കോമൺ കാഴ്ചയാണ് എല്ലാവരും വലിക്കുന്നത്. സോ എന്താണേലും ഇന്നത്തെ ക്ലൈമറ്റ് ഇസ് ഗുഡ്. ചൂടെടുക്കുന്നുണ്ട് ആക്ച്വലി ഇത്തിരി പൊടിക്ക്. അത് മേ ബി നമുക്ക് ഇത്തിരി ഒരു പൊടിക്ക് ചൂട് പോകുന്നുണ്ട്. യാ. സോ അങ്ങനെയാണ്. ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ടേക്ക് നോക്കുന്നത്. സോ യാ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബാക്കി സംസാരിക്കാം. ഈ ബസ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം പോസ്റ്റ് അടിച്ചിരുന്നത്. ഇവിടെയൊക്കെ സമയത്തിനാണ് വരാറ്, പക്ഷെ എന്ത് പറ്റിയാവും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, വെറുതെ മൂലയിൽ വെറുതെ അവർ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പല്ല, സിഗ്നൽസ് വെച്ചിട്ടുണ്ട്. കുറേ സിഗ്നൽസാണ്. അതും ഒരു 2-3 മിനിറ്റ് പോസ്റ്റ് അടിക്കും. നമ്മുടെ നാട്ടിൽ ഒരു പോലീസിൽ നിൽക്കും, ഇവിടെ ആരും നിൽക്കില്ല. ഇതാരല്ല. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് മെനക്ക് പോകുന്നത്. ഇത് വെറുതെ 2 മിനിറ്റ് സിഗ്നൽ വന്നാൽ തന്നെ അപ്പം തന്നെ വണ്ടി മൊത്തം നേരുന്നത്. കഷ്ടപ്പാട്. ശരി ഗൈസ്, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 3-4 സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങണം. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ബസ് പിടിക്കണം. സോ ഇറ്റ്സ് ലൈക്ക് ടോട്ടൽ 2 ബസ് പിടിക്കണം. ആക്ച്വലി ഇവിടുത്തെ ഇങ്ങനെ പോണേന് ഇങ്ങനെയാണ് പോകുന്നത്. അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. ഗൈസ്, ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞങ്ങൾ ആ ബസ്സിൽ കയറിയിട്ട് ഇരുന്നു. എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പോയിന്റിൽ ഇറങ്ങണമെന്ന്. അപ്പം ഞങ്ങൾ ആ ഇറങ്ങണ പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങില്ല. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അയ്യോ ഇതല്ലേ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടുത്തെ ഇതെന്താണെന്നറിയോ, ഇവിടുത്തെ നമ്മുടെ ബസ്സിൽ ഒരു ബസ്സിൽ കയറി 10 രൂപ കൊടുത്ത് അടുത്ത ബസ്സിൽ കയറി പിന്നെയും 10 രൂപ. ആ സീനല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിന് 2 യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ 90 മിനിറ്റ്സത്തേക്ക് ആ 2 യൂറോസ് കൊണ്ട് ഏത് ബസ് വേണമെങ്കിലും കയറാം. അതുകൊണ്ട് പൈസ നഷ്ടമല്ല, പക്ഷെ എന്നാലും ഒരു നമ്മുടെ ടൈം പോകും. സോ അങ്ങനെയാണ്. സോ നല്ല രസമുള്ള ക്ലൈമറ്റാണ്. നമ്മളിപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്സ്. ഓക്കെ ഗൈസ്, അടുത്ത ബസ് വന്നു. ഇനി നമുക്ക് ഇതിൽ കയറിയിട്ട് ഓക്കെ ആദ്യമായിട്ട് നമുക്ക് മോളിൽ കയറി ഇരിക്കാം കേട്ടോ. എന്ന് ഓക്കെ, നമുക്ക് ബസ്സിൽ കയറാം. ആദ്യമായിട്ട് ഈ ബസ് കയറിയിട്ട് ഏറ്റവും ഫ്രണ്ട് സീറ്റിനായിരിക്കും. ഇതൊരു നല്ല വ്യൂ ആട്ടോ. ലൈക്ക് നല്ല രസമാണ്. എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും.
ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ഡെക്കർ ബസ്. സോ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്തായാലും സൂക്ഷിച്ച് നമ്മൾ ബസ് നോക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാവും. സോ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സമയത്ത് നമ്മൾ ഫെയർ ഫ്ലാറ്റ് ഫെയർ 0 എന്ന് കാണിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി അതാ ഞാൻ പറഞ്ഞ 90 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ അടുത്ത ബസ്സാണ് വേറൊരു ബസ് കയറി ഇറങ്ങിയിട്ട് വേറൊരു ബസ് 90 മിനിറ്റ്സിനുള്ളിൽ കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജസ് ഒന്നും പിടിക്കില്ല. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ. മറ്റേ ഇതിൽ കിടത്തിയ പോലെ ഉണ്ട്, എന്താ പറയാ, സൺബാർ. തലവേദന എടുക്കുന്നു. നമ്മൾ എത്താറായി. എത്ര സ്റ്റോപ്പുണ്ട്? 2 സ്റ്റോപ്പുണ്ട്, 3 സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ എത്തും. നമ്മൾ എത്ര മണിക്കാണ്? 3-ന് ഇറങ്ങിയതാ. നിയർലി 4:16 വാവ്. വളരെ സുലഭമായി ഓടിച്ചു പോകാൻ പറ്റിയ റോഡിൽ ഇങ്ങനെ പുഴു എഴഞ്ഞു പോകുന്ന പോലെ വണ്ടി പോകുന്നു. എനിക്കൊന്നും പറയാനില്ല. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല തണുക്കാനുണ്ട്. എന്താണെന്നറിയില്ല. അയ്യോ, 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്കും 1 കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പോലെയാണ്. കാര്യം ഇവിടെയൊക്കെ മിനിമം കുറേ നടന്നിട്ടാണ് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ പോകുന്നത്. പക്ഷെ എന്നാൽ മാപ്പിൽ സ്റ്റോപ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അടുത്ത ബസ് സ്റ്റോപ്പ് കാണിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു 1 കിലോമീറ്ററെങ്കിലും പുറത്തുണ്ടായിരിക്കും വീട്. നമ്മളിവിടുത്തെ ഐക്യ കണ്ടു. എനിക്ക് ആകെ ഐക്യം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹൈദരാബാദ് എൻ്റെ പഴയ ജോലി പോയപ്പോഴാണ് ഞാൻ ലാസ്റ്റായിട്ട് ഐക്യ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലാഷ് പോലെ ജസ്റ്റ് കണ്ടത്. സോ ടുഡേ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നു ഫൈനലി. ഐക്കിയ ഹലോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എൻട്രൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എൻട്രൻസ് എവിടെയാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് റൈറ്റ്. എനിക്ക് പണ്ട് മുതൽ ഐക്യ എന്ന് പറഞ്ഞത് കുറച്ച് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിരുന്നു. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ അവർ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തു വെക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. സോ നമ്മളിപ്പോൾ നേരം കാണാൻ പോവാം. ഓക്കെ, നമ്മൾ എൻട്രൻസിൽ കയറി, എൻട്രൻസിൻ്റെ അവിടെ എത്തി നമുക്ക് പോവാം. ഈ ഏരിയ ആക്ച്വലി ഒരു വെയർ ഹൗസ് പോലെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് പ്രോഡക്ട്സും നമുക്കിവിടെ കിട്ടും. സോ ബേസിക്കലി ഇവിടെ ടെസ്കോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും യൂട്ടൻസിൽസ് ആയാലും ഡുവറ്റ് ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും ഫാർ ബെറ്റർ പ്രൈസിനും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി അഫോർഡബിൾ ആണ്. ലൈക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് നല്ലൊരു പ്രോഡക്റ്റ്സ് കിട്ടും. ഗൈസ്, ഞങ്ങളിപ്പോൾ ഡുവറ്റ് എടുക്കാൻ നിൽക്കുക. ഡുവറ്റ് എടുത്തു കഴിഞ്ഞു. നമ്മൾ അടുത്തയിലോട്ട് നോക്കണം. ഗൈസ്, നമ്മുടെ ബില്ലടിച്ച് കഴിഞ്ഞു. എല്ലാം കൂടെ ഇത്രയും 100 യൂറോ എടുത്തായില്ലേ ഗൈസ്? എല്ലാം കൂടെ 100-ൻ്റെ അടുത്തായിട്ടുണ്ട്. എനിക്ക് തന്നെ 43 ഒരു 1.5 മണിക്കൂർ പിടിച്ചില്ലേ നമ്മൾ? 1.5 മണിക്കൂർ പിടിച്ചു. എല്ലാം കൂടെ കഴിഞ്ഞു. മെയിൻ ഐറ്റംസ് കഴിഞ്ഞു. ഈ ഒരു ഏരിയ ആക്ച്വലി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. സോ ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സും വെയർ ഹൗസിലായിട്ട് നമുക്ക് താഴത്തെ ഫ്ലോറിൽ കിട്ടും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യും എല്ലാവരും, സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഐക്യ വിസിറ്റ് ചെയ്യണം. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഓൾ ദി കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഫ്രം യുവർ അറ്റ് എ അഫോർഡബിൾ പ്രൈസ്. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ മടുത്തു. നമ്മൾ എക്സിലോട്ട് പോകണം. നമ്മൾ ആക്ച്വലി വേറൊരു ഫ്ലോറും കൂടെ ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്തില്ല ബിക്കോസ് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നാളെ നമ്മളിവിടെ പിന്നെയും വരും. ഗൈസ്, നമ്മുടെ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. സോ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബേസിക്കലി ഒരു 100 യൂറോ അടുത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ മേടിച്ചേക്കുന്നൊന്നും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല, എല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഹൗസ് ഓണറെ വെയിറ്റ് ചെയ്യുവാണ്. ആളായിരിക്കും നമ്മളെ പിക്ക് ചെയ്യുന്നത്. ബിക്കോസ് ബസ്സിൽ പോകാനുള്ള വകുപ്പ് ഇതിന് കൊണ്ട് ഇല്ല. അതുകൊണ്ട് സോ ഗൈസ്, അത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വ്ളോഗ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറേ നാളത്തിന് ശേഷം ഞാൻ എന്താ പറയുന്നത്. സോ അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരും ടേക്ക് കെയർ, ബൈ.